അപ്പോൾ ഗൈസ് ഇന്ന് നല്ലൊരു ഇരട്ടി പണിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പുതിയ റോൾസ് റോയ്സും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡെസലിലൂടെ പറപ്പിച്ച് കളിക്കാനേ വന്നതാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇങ്ങനെ എന്നെ പറപ്പിക്കുന്ന തീരെ കരുതിയതല്ല. വണ്ടി പോയതോ ആ കാണുന്ന ടവറിൽ ചെന്ന് ഇടിച്ച് വണ്ടിയുടെ കോലിപ്പത്താണ് ഗൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്ത് നിൽപ്പുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വരുമായിരിക്കും. നമ്മളിപ്പോൾ എൻ്റെ വണ്ടിയുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ് സുഹൃത്തുക്കളെ. വളരെ വണ്ടി കംപ്ലൈൻ്റായി ഇടിച്ച് എൻ്റെ ദൈവമേ ഓർഗാനേ വയ്യടേ. ഞാൻ വിചാരിക്കുന്നത് അതാ വന്നിട്ടുണ്ടോ. ഓക്കെ, ഇതാണ് ഇപ്പോൾ വണ്ടിയുടെ കോലം. അവനിപ്പോൾ കുറേ എക്സ്പ്രഷൻ ഇട്ട് വാരി തള്ളും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ ഗൈസ്, ഇപ്പോൾ കണ്ടോണേ. എൻ്റെ അമ്മ, ഇതാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ കോലം. കണ്ടില്ല അവൻ്റെ എക്സ്പ്രഷൻ കണ്ട സുഹൃത്തുക്കളെ. ഇതാണ് ഈ വണ്ടിയുടെ ഒരു കോലം. നല്ല പോലെ ഇടിയൊക്കെ കിട്ടി, വണ്ടി നല്ല ഫ്രഷായി. ഞാൻ അവൻ്റെ വണ്ടി എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവൻ്റെ കാർ ലോക്കാക്കി വെച്ചേക്കുന്നു ഗൈസ്, ദുഷ്ടൻ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് കുഴപ്പമില്ല. അവൻ ഇപ്പോൾ ഞാൻ അയച്ചു തരാൻ പറയാം. വണ്ടി ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ ശരിയാക്കും? അതെനിക്കറിയോ, നീ ഇല കൊണ്ടുവച്ച് അടിച്ചു. അപ്പോൾ നീ എന്നെ ശരിയാക്കണം. എന്താ പറഞ്ഞാലും ഞാൻ നിൻ്റെ വണ്ടി എടുക്കാം. ഓക്കെ, നീ എൻ്റെ വണ്ടി എടുക്കും. അതിനായിട്ട് നീ നിൻ്റെ കാറിനെ ലോക്ക് അഴിച്ചാൽ ആദ്യമേ. അതൊക്കെ ഞാൻ ഈ വണ്ടി ഒന്ന് നോക്കട്ടെ. ഇതെൻ്റെ വണ്ടിയാ. അല്ല, അത് ശരിയായിട്ടാണ് കൈസവും പറഞ്ഞേ. അത് അവൻ്റെ വണ്ടിയാണ് എനിക്ക് അവൻ എന്ത് ചെയ്തത്, ഫ്രീ ആയിട്ട് തന്നത്. ഓക്കെ, ഇപ്പം ഈ വണ്ടിയുടെ കോലം കണ്ടില്ലേ. ഓക്കെ, ഞാൻ അവൻ്റെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ വണ്ടിയിൽ ലോക്കൊക്കെ അഴിച്ചു തന്ന്. ഇവൻ്റെ വണ്ടി ചെറിയൊരു പടക്കക്കടയാണ് കേട്ടോ. എനിക്കൊന്നും നമ്മളൊരു പറപ്പിക്കാനൊക്കെ പറ്റിയൊരു കിടിലൻ വണ്ടി തന്നെയാണ് ഇവൻ്റെ. അടിപൊളിയായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് വെച്ചിട്ട് നമുക്കൊരു പൊട്ടിക്കാൻ പറ്റും. മനസ്സിലായ, നമ്മൾ പൊട്ടിക്കാൻ പറ്റുന്നൊരു വണ്ടിയാണിത്. ഇത് പൊട്ടി വണ്ടിയുടെ വല്ല എഞ്ചിന് പൊട്ടിത്തെറിക്കുന്നത്. എന്ത് എഞ്ചിനാണെന്ന് എനിക്കറിയില്ല. വണ്ടി നല്ല പോലെ പറപ്പിച്ചിട്ടുണ്ട്. അടിപൊളി വണ്ടി കേസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഞാനിപ്പോൾ 10ലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ വണ്ടി പുറകെ നിൽപ്പുണ്ട്. അതാണ് കേസ് എനിക്ക് വിഷമം. എൻ്റെ ഗോൾഡ്, അതായത് എൻ്റെ ഈ ഒരു കളറ് ചെക്കന് എൻ്റെ ഇല്ലായിരുന്നു. അവൻ എന്താ കാണിക്കുന്നത്, ഇറങ്ങി കളിക്കുന്ന. കുഴപ്പമില്ല, നമുക്ക് വണ്ടി എടുത്തങ്ങ് പോയേക്കാം. പക്ഷേ ഗൈസ്, ഒരു പ്രശ്നമുണ്ട്. ഇവനും ഒരു യൂട്യൂബ് ചാനലുണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യുക, ശരി, സബ് ചെയ്യുക. ഓക്കെ, അപ്പം എൻ്റെ വിഷമം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ വണ്ടി ഇങ്ങനെ ആയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഗൈസ് വിഷമം. എന്നെ നവീനെന്ന് വിളിച്ചോണ്ട്. അപ്പോൾ ഞാൻ അതിനാണ് ഇട്ട് കൊടുത്തത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ റീപ്പർ ഷോപ്പ് വരുന്ന ബാക്കിലാണെന്ന് തോന്നണു. അറിയാൻ വയ്യ, ഇപ്പം എനിക്ക് തോന്നണു അറിയാൻ വയ്യ ഗൈസ്. നമുക്ക് എന്താ ചെയ്യാനീ? ഒരു കാര്യം ചെയ്യാം. നീ വണ്ടിക്ക് റൂഫൊന്നും മേടിച്ച് വെച്ചില്ലേ? ഇല്ല. കൊള്ളാം ഗൈസ്. സത്യം പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ നല്ലൊരു ഇടി കിട്ടി. അതായത് ഇപ്പോൾ ഈ വണ്ടി പടക്കം പൊട്ടുന്നുണ്ട്. എൻ്റെ വണ്ടിയിൽ അവൻ്റെ വണ്ടിയിൽ നല്ലപോലെ പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇവൻ്റെ വണ്ടി ഒന്ന് ചവിട്ടി. ബാക്കിലല്ലേ റീപ്പർ ഷോപ്പ് വരുന്നേ. വള അമ്മച്ചേ, വളക്കി. ഓക്കെ, ഞാൻ വളച്ചെടുക്കാം അമ്മച്ചേ, എൻ്റെ അമ്മച്ചി, എൻ്റെ പൂ. ഓക്കെ, നമ്മളിപ്പോൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കരുത്. അവൻ ഇവിടെ കാണുന്നില്ലല്ലോ അവനെ. ഓക്കെ, നമുക്കൊന്ന് ചവിട്ടി നടന്നേക്കാം. ഇവൻ്റെ വണ്ടി എനിക്ക് പറപ്പിക്കണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഇവൻ നല്ലപോലെ ഇവൻ്റെ വണ്ടി അടിപൊളിയാണ് ഗൈസ്. എപ്പോഴും നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ച് നടക്കും. നമുക്ക് നെക്സ്റ്റ് ടൈം ഇവൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഈ ഒരു വണ്ടി, അതായത് വണ്ടി നമുക്ക് മേടിക്കുകയല്ല, തിരിച്ച് നമുക്ക് അതായത് എനിക്കൊരു മീറ്റപ്പ് ഉണ്ട്. അപ്പം അതിന് പോയിട്ട് നമുക്ക് ഈ വണ്ടി അവന് തിരിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ. നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ മീറ്റപ്പിന് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്ന വണ്ടിയൊക്കെ നമ്മുടെ റോൾസ് റോയ്സ്. ഇപ്പം ഈ കോലമായി കേസ് നമ്മുടെ റോൾസ് റോയ്സ്. എന്താ കാട്ടെന്നറിയാം. ഇവൻ്റെ വണ്ടി അടിപൊളിയാട്ടോ. ഇവൻ്റെ വണ്ടി ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഓർക്കുന്നില്ല. ഇവൻ്റെ വണ്ടി ഏതാണെന്ന് എനിക്കറിയില്ല ഓർത്താലും. ഓക്കെ, അപ്പോൾ നമ്മളതാ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഇവൻ്റെ വണ്ടി ഇത് സ്കിഡിങ് മൂഡാണ്. ലാഗ് വീണ് ഗൈസ്. കുറച്ച് ലാഗൊക്കെ ഉണ്ട്, നിങ്ങളെല്ലാം ക്ഷമിക്കുക. നമ്മൾ 2 പേരേ ഉള്ളൂ ഈ റൂമിൽ, വേറെ ആരെയും കാണുന്നില്ല. ഇവൻ എന്താ എൻ്റെ വണ്ടി സെയിലിടാൻ പോവാണോ? എന്താണ് ഇവൻ കാട്ടണേ? കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം. ഇവൻ്റെ ഒരു BM ഇല്ല ഗൈസ്, എൻ്റെ ഒരു BM ഇല്ല. നമ്മളിപ്പോൾ നേരെ എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ മജ്ജിയെ വണ്ടി വല്ലയിടത്തേക്ക് കയറിപ്പോളി. ആ ബോർഡൊക്കെ ഇടിച്ച് തെറിപ്പിച്ചോട്ടാണ് കേട്ടോ ഞാൻ പോണേ. ഓക്കെ, നമ്മളത് അവിടെ ഷോപ്പിലെത്തി. ഞാൻ അവനെ വിളിക്കട്ടെ. ഇവൻ എന്താ വിളിച്ചിട്ട് വരാത്തേ?
ഓക്കെ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ, വന്നിട്ടുണ്ട്, വന്ന് കടാ. ഓ ഓക്കെ, ഇനിയിപ്പം നമുക്ക് റൂം സ്റ്റേ എടുക്കാമല്ലേ? എടാ റൂം സ്റ്റേ ഒക്കെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല, റൂം സ്റ്റേ എടുക്കാം. പക്ഷേ ഇല്ലല്ലോ. ഓക്കെ ശരി, നമുക്ക് റൂം സ്റ്റേ എടുക്കാം. എടാ നിൻ്റെ വണ്ടി ഞാൻ വണ്ടി എടുക്കാം. വാ നിൻ്റെ വണ്ടി എടുക്കാം. വാ അവൻ വണ്ടി ഓടിക്കണമെന്ന് തോന്നണേ, എനിക്ക് അവൻ്റെ വണ്ടി എടുക്കാനായി ഇഷ്ടം. നല്ല പടകം പൊട്ടുന്ന വണ്ടി. ഓക്കെ, അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് റൂം സ്റ്റേ എടുക്കാമെന്നാണ് പറയുന്നത്. അതായത് ഇനിയിപ്പം നമ്മൾ നാളെയാണ് നമ്മുടെ ചെക്കനെ ഒന്ന് എടുക്കാനുള്ള പ്ലാനിങ് ഒക്കെ. നമ്മൾ നാളെ ഇനി നമ്മുടെ വണ്ടി ഒന്ന് എടുക്കുന്നുള്ളൂ. ഇനിയിപ്പം എൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആയ കാര്യം ഞാൻ വേറെ ആരും പറഞ്ഞിട്ടില്ല. ഇവന്താ ഇറങ്ങിയേ? എനിക്കൊന്ന് അവന് വണ്ടി ഓടിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് അവനെ ഓട്ടിക്കാൻ കൊടുക്കാം. ഇവൻ എന്താണ് ഈ കാട്ടണത്? എന്താണ് ഇനിയാന്ന്? ഓക്കെ, അവൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല കേസ് അവന് വണ്ടി ഓടിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നമുക്കിനി റൂം എടുക്കാം. ഇവിടെ റൂമുണ്ട് കേട്ടോ. ഇനിയിപ്പം ഞാൻ റൂം എടുക്കുന്നില്ല. ഇപ്പം അമ്മച്ചിയെ ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്? എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം അവൻ. ഈ കാലമാണ് എന്നെ കൊല്ലാൻ കൊണ്ടുപോകണം തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല, നമുക്ക് നേരെ വണ്ടി എടുത്തങ്ങ് പോയേക്കാം ഗൈസ്. ഇപ്പോൾ ഈ വണ്ടി ഞാൻ വേറെ ആരോടും പറഞ്ഞില്ല കേട്ടോ, ഈ വണ്ടി കംപ്ലൈൻ്റ് ആയ കാര്യം. നമ്മളിപ്പോൾ ഇവൻ്റെ അടുത്ത് അല്ലാതെ വേറെ ആരടുത്ത് ഇവൻ എന്താണ് ഈ കാണിക്കുന്നത്? സൈക്കോ ഡ്രൈവിങ് ഗൈസ്, സൈക്കോ ഡ്രൈവ്, വെരി സൈക്കോ ഡ്രൈവ്. ഇതെന്താണ് ഇവൻ കാണിക്കുന്നത്? അവൻ ചിരിക്കുന്നുണ്ടെന്ന്. അവൻ്റെ എക്സ്പ്രഷൻസ് കണ്ടില്ലേ സുഹൃത്തുക്കളെ? നമ്മളെ കൊല്ലാനുള്ള പ്ലാനിങ് ആണ് അവൻ്റെ കയ്യിൽ. നമുക്കിനിയിപ്പം നാളെ വന്ന് വണ്ടി എടുക്കാന്നല്ല, നമുക്ക് റൂം സ്റ്റേ ആക്കണം. റൂം സ്റ്റേ വേണം. ഇത് റൂം സ്റ്റേ ആവാന്നല്ലാതെ നമ്മൾ ഇനിയിപ്പം എന്താ കാട്ടുക? ഡെസേർട്ടിൽ തന്നെ 3-4 ദിവസം, കാരണം ഇവിടെ ഭയങ്കര ചൂടല്ലേ. അപ്പോൾ എന്താ കാട്ടുക? വണ്ടിയിൽ കിടക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് ഇതിനടുത്ത് മെസ്സേജ് പറയാം, റൂം സ്റ്റേ എന്ന് പറയാം കേട്ടോ. റൂം സ്റ്റേ. ഓക്കെ അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാം. അവൻ കയറാൻ പറയാം. കയറി. ഓക്കെ, അവൻ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് റൂം സ്റ്റേ ചെയ്യാം. ഓക്കെ എടാ, എന്നാൽ പിന്നെ നമുക്ക് വണ്ടി എടുക്കാമല്ലോ. വണ്ടി എടുക്കാം. എടാ ഞാൻ ഓടിച്ചോട്ടെ? വേണ്ട, ഞാൻ പ്ലീസ് ഞാൻ ഓടിക്കാം. ഓക്കെ, എന്നാൽ പിന്നെ നീ ഓടിച്ചോ. ഓക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഇവിടെ ഡെസേർട്ടിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ഇവൻ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. എന്താണിത്? ഓക്കെ ഗൈസ്, അവൻ പോയി കേട്ടോ. അവൻ്റെ ഒരു വണ്ടി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോയി. അപ്പം ഞാൻ ഈ ഡെസേർട്ടിൽ ഒറ്റയ്ക്കായോ സുഹൃത്തുക്കളെ? നമുക്ക് എൻ്റെ വണ്ടിയുടെ കോലം കണ്ടില്ലേ ദൈവമേ. നാളെ മീറ്റപ്പിനുണ്ടോന്ന് വെച്ചിരുന്ന വണ്ടിയാണ്. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, നാളെ തന്നെ, അതായത് ഇന്ന് തന്നെ പരിപാടി ചെയ്യാം. അല്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. വണ്ടി ഭയങ്കര പണിയായി പോയി. എനിക്ക് എന്താ കാട്ടുകയെന്ന് എനിക്കറിയില്ല. വണ്ടി നല്ലപോലെ ഇടി. എൻജിൻ ഡിസൈനബിൾ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് വണ്ടി ഇവിടെ അങ്ങ് നിർത്തിയേക്കാം. കണ്ടില്ലേ എന്നാ പരിപാടിയാന്ന് നോക്കണേ ഗൈസ്. ശരിക്കും വണ്ടി ഇടിയൊക്കെ കിട്ടി. വണ്ടി നല്ലൊരു നമുക്ക് ലോക്കൊക്കെ ചെയ്ത് ഇവിടെ നിൽക്കാം. ഇനിയിപ്പോൾ ഇവിടെ വല്ല റൂമും എടുക്കാം. അപ്പം അതില്ലാതെ വേറെ വഴിയൊന്നും ഇല്ല കേട്ടോ നമുക്ക്. അപ്പോൾ അവൻ ഇവിടെ എങ്ങും കാണില്ല, അവൻ വന്നില്ല, അവൻ പോയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഇതിൻ്റെ പാർട്ട് 2 കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഇതിൻ്റെ പാർട്ട് 2 കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കി എപ്പിസോഡൊക്കെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ഡിലേ ആയി പോവാറുണ്ട് വീഡിയോസൊക്കെ ഇട്ട്. എൻ്റെ വണ്ടി അവിടെ കിടക്കുകയാണ് ഗൈസ്. എന്നിട്ട് ഞാനിവിടെ കരഞ്ഞുകൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. അതിനിടയ്ക്കൂടെ കുറച്ച് സ്റ്റെപ്പുകൂടെ ഇട്ടേക്കാം. എനിക്ക് നല്ല വിഷമമുണ്ട്, കാരണം എൻ്റെ ആ പുതിയ നമ്മൾ മീറ്റപ്പിനുണ്ടാകാൻ വെച്ചിരുന്ന വണ്ടിയാണ് ഗൈസ് ആ കൊണ്ടുത്തത്. ഇവൻ ഇവിടെ വന്നോ? ഇല്ലല്ലോ, വന്നില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്താ കാട്ടുകയെന്നും എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല.